വ്യാപിത്താരേ മഹാവ്യാധി കൂട്ടമായി കൂട്ടിയെരിത്താർ മനിതரை ഊருக்கு മേற்கு മയാനത്തിലേ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 1-ാം നമ്പർ വേദിയിൽ ഇപ്പോൾ സംഘനൃത്തം പുരോഗമിക്കുകയാണ്. ഈ മത്സരം കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സംഘനൃത്തത്തിൽ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളും ഒപ്പമുണ്ട്. കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ച് എന്താ അവർ പറഞ്ഞേ? അവരെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഞാൻ ചോദിച്ചു തിരുവനന്തപുരം കണ്ടോന്ന് ചോദിച്ചപ്പോൾ അതിന് കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇന്നത്തെ ഡാൻസ് കഴിഞ്ഞിട്ട് വേണം അവർക്ക് അതിനൊക്കെ പോകാൻ. അപ്പോൾ എല്ലാ വേദിയിലോട്ടൊക്കെ പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി കളിച്ചതിന്റെ വലിയ ആവേശത്തിലാണ് എല്ലാ കുട്ടികളും. മേയർ എന്ത് പറഞ്ഞു? തിരുവനന്തപുരം കണ്ടിട്ട് പോയാ മതി പറഞ്ഞു. തിരുവനന്തപുരം കാണാൻ സമയം കിട്ടിയോ? ഇല്ല, നാളെ ഞങ്ങൾ കാണാം. അങ്ങനെ കുട്ടികളൊക്കെ തിരുവനന്തപുരം കാണിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുമോ? തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ ഇടങ്ങളും എല്ലാ വേദികളും കാണാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നേരത്തെ ഒരുക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ അധ്യാപകരുണ്ട്, അവരുടെ സ്കൂളിൽ നിന്ന് വന്ന മറ്റ് വിദ്യാർത്ഥികളുണ്ട്, എല്ലാവരും ഒരുമിച്ച് കാണും എന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നിപ്പോൾ നല്ല നിലയിൽ തന്നെ സംഘനൃത്തം പുരോഗമിക്കുകയാണ് 1-ാമത്തെ വേദിയിൽ. മറ്റു വേദികളിലും അതുപോലെ തന്നെ നന്നായി മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നു. വളരെ ഗംഭീരമായി തന്നെ കലോത്സവം മുന്നോട്ട് പോയിക്കോട്ടെ. ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ചഭക്ഷണം നല്ലതായിരുന്നു. എല്ലാവരും കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, എനിക്ക് തോന്നി പഴയ സാറിൻ്റെതായതുകൊണ്ട് പിന്നെ ഒരു വ്യത്യാസം വരാനില്ല. സാധാരണ തിരുവനന്തപുരത്തെ ഭക്ഷണ രീതിയല്ല മലബാറിലേക്ക് പോകുമ്പോൾ, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകും. പക്ഷെ പഴയടം സാറ് പൊതുവേ ഒരു കോമൺ ആയിട്ടുള്ള ഭക്ഷണ രീതി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. നേരെ പറഞ്ഞ സൂപ്പർ ഭക്ഷണമാണെന്നാണ്. അങ്ങനെയായിരുന്നോ? കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല. ഉണ്ടായിട്ടുണ്ടാവില്ല. സാധാരണ നമ്മളൊക്കെ മത്സരിക്കാൻ പോകുമ്പോൾ, ഞാനും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ മത്സരിക്കുന്ന സമയത്ത് നമുക്ക് മത്സരത്തിന്റെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കുറച്ച് കമ്മിയാവുന്നതാണ്. ഒന്ന് പ്രത്യേകിച്ച് ഡാൻസ് നന്നായി എഫേർട്ട് ഇട്ട് കളിക്കുന്ന ഐറ്റംസ് നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? കറക്റ്റാണ്. അപ്പോൾ വയറ് ഫുള്ളായി കഴിഞ്ഞാലും കളിക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാവും. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡായിരിക്കും. നാളെയൊക്കെ അവർ നന്നായി കഴിക്കട്ടെ എന്നുള്ള ആശംസ കൂടി ഞാൻ അവർക്ക് കൊടുക്കുന്നു. ഇപ്രാവശ്യം കൂടുതൽ വേദികളുണ്ടല്ലോ, എല്ലാ വേദികളിലും പോയി കാണുമല്ലോ മേയർ. എങ്ങനെയുണ്ട് ജനപങ്കാളിത്തം? എങ്ങനെയുണ്ട് ഇപ്രാവശ്യം? നന്നായി. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ നഗരം ഇപ്പോൾ നമുക്കറിയാം ഫെസ്റ്റിവൽ നഗരമായി മാറിക്കഴിഞ്ഞു. എല്ലാ ദിവസവും ഓരോ പരിപാടികളാണ്. പക്ഷെ ജനങ്ങൾ കലോത്സവം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്നേഹത്തോടു കൂടിയാണ് ഏറ്റെടുക്കുന്നത്. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 9 വർഷത്തിന് മുൻപ് കലോത്സവം, അതിനുശേഷം ഇപ്പോൾ കലോത്സവം വരുന്നതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ കലോത്സവത്തിൻ്റെ പുതുമകൾ മനസ്സിലാക്കാൻ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ സ്വർണ്ണക്കപ്പ് വന്ന ഘോഷയാത്ര തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ഭക്ഷണം ശേഖരിക്കുന്ന നമ്മുടെ ഭക്ഷണശാലയിലേക്ക് ഭക്ഷണ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്ന ക്യാമ്പയിനൊക്കെ ജനകീയ പങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് ഒരു വ്യത്യസ്തമുള്ള ഒരു കാര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും പരാതികൾ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? അല്ല, ഇപ്പോൾ വലിയ പരാതികളൊന്നും വന്നിട്ടില്ല. നമുക്കറിയാം ഇതൊരു സ്റ്റേഡിയം ആയതുകൊണ്ട് ഇവിടെ ചെറിയൊരു പൊടിയുണ്ട്. അപ്പോൾ അത് ക്രമീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ നമ്മളിപ്പോൾ ഉടനെ നടത്തും. പെട്ടെന്ന് കോവിഡ് കാലമാണ് ഓർമ്മ വന്നത്. എല്ലാവരും മാസ്ക് ധരിച്ചാണ് നടക്കുന്നത്. അതെ. അപ്പോൾ അത് ഒന്ന് ക്രമീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ. സ്റ്റേഡിയം ആകുമ്പോൾ അതിൻ്റെ പരിമിതി ഉണ്ടാവുമല്ലോ. നമുക്കറിയാം സ്റ്റേഡിയം പൊതുവെ എങ്ങനെയാണ് സ്റ്റേഡിയം ഉണ്ടാവുക. പക്ഷേ എങ്കിൽ പോലും നന്നായി തന്നെ പുറത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികളാകട്ടെ, അവരുടെ അധ്യാപകരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവമാണ്. അവരുടെ കൂടി കലോത്സവമായി രാവിലെ മിനിസ്റ്ററൊക്കെ പറഞ്ഞതുപോലെ ഇത് കുട്ടികളുടെ ഒരു ഉത്സവമായി കാണണമെന്ന് മിനിസ്റ്റർ തന്നെ ഇവിടെ പറയുന്നൊരു സാഹചര്യമുണ്ടായി. CM അത് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കലോത്സവമായിട്ട് നമുക്ക് ഈ കലോത്സവത്തെ കാണാം. ചില വഴികളിലൊക്കെ ചില സ്ലാബുകളൊക്കെ മാറിക്കിടപ്പുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അത് ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അവരാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റർ ശ്രദ്ധയിലുമുണ്ട്. അപ്പോൾ സ്റ്റേഡിയത്തിന്റെ ഓണർഷിപ്പ് വരുന്ന ആ ഡിപ്പാർട്ട്മെന്റ് അത് വ്യക്തമായി അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. മേയറോട് എന്തെങ്കിലും ആവശ്യം പറയാനുണ്ടോ ഇനിയും? ആർക്കും ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യം അവരോട് സസ്പെൻസ് ഞാൻ ബ്രേക്ക് ചെയ്തില്ല. പിന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടുത്തെ മേയറാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ മേയറാണെന്ന് അറിയില്ലായിരുന്നു? അതെ, അറിയാം. അവിടുന്ന് വിളിച്ചു, മേയറിനായിട്ട് ഇന്ററാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു. അപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളോടൊപ്പം മേയർ ഫുൾ ടൈം തന്നെയുണ്ട്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിൽ മേയർ കൂടുതൽ താല്പര്യം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. மகளே காவேரி, உன் ரத்தமே எனக்கு பொட்டாய் வந்தது. உன்னை காக்கவில்லைனா நான் பொட்டுவம்மனா?